തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണനയിലും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച നടപടിയിലും പ്രതിഷേധിച്ച് കുമ്പളങ്ങി മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം മണ്ഡലം ചെയർമാൻ ജോൺ പഴേരി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണനയിലും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച നടപടിയിലും പ്രതിഷേധിച്ച് കുമ്പളങ്ങി മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം നടത്തിയത്. മണ്ഡലം ചെയർമാൻ ജോൺ പഴേരി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. 50% കണ്ടുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഈ സമൂഹത്തെ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള ആളുകളാണ്. അവരുടെ എല്ലാവിധത്തിലെ ഉന്നമനങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പട്ടികവർഗത്തിനായി പ്രത്യേക ഫണ്ട് മാറ്റിവെക്കുന്നത് വികസന പ്രവർത്തനത്തിന്. അതുപോലെ ഇവർ മാറ്റിവെച്ചു. എവിടെ കേട്ടിട്ടുണ്ടത്? ആരോട് കാണിക്കുന്നതാണിത്? പട്ടികവർഗത്തോട് കാണിക്കുന്ന ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയല്ലേ? അവർക്ക് കിട്ടേണ്ട, അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി, കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലംസം ഗ്രാന്റ് കൊടുക്കുന്നതിന് വേണ്ടി, സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ പഠനത്തിനുള്ള മറ്റു ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയൊക്കെ ആണ് ഈ പദ്ധതി വിഹിതം മാറ്റിവെക്കുന്നത്. ജോൺ അലോഷ്യസ് മാളാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. എറണാകുളത്തെ ഗാന്ധി സ്ക്വയറിൽ വിവിധ കോർപ്പറേഷന്റെ ഡിവിഷനിലുള്ള പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് രാപകൽ സമരം നടക്കുകയാണ്. പിണറായി സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചും 55 ദിവസക്കാലമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചും കൊണ്ടാണ് ഈ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാന്യ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വിശദമായി നമ്മുടെ പഞ്ചായത്തിന്റെ ധനസ്ഥിതിയെ കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. ഈ പഞ്ചായത്തിന് ധനസമാഹരണത്തിന് ടാക്സ് ഇനത്തിലും അതുപോലെ ചെറിയ സ്ഥാപനങ്ങളുടെ ലേലത്തിൽ നിന്നും കിട്ടുന്ന സാമ്പത്തികം മാത്രമേ നമ്മുടെ പഞ്ചായത്തിനുള്ളൂ. ഈ ലോകത്ത് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന മഹത്തായ ആശയം മഹാത്മാഗാന്ധി നൽകിയത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ട് തന്നെയാണ് ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൺമറഞ്ഞ ഇന്ത്യയുടെ ഏറ്റവും ആകർഷണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കി. അതിനെ പിൻപറ്റിച്ചുകൊണ്ടിട്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFും കേരളത്തിൽ അത് നടപ്പിലാക്കിയത്. കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി, PJ ആന്റണി പുത്തൻവീട്ടിൽ, ഷാജി കുറുപ്പശ്ശേരി, PA സഗീർ, MP ശിവദത്തൻ, ദീപു കുഞ്ഞുകുട്ടി, ലീജ തോമസ് ബാബു, ഉഷ പ്രദീപ്, ജാസ്മിൻ രാജേഷ്, മെറ്റിൽഡ മൈക്കിൾ, ശോഭ ജോസഫ്, ജൂഡി ആന്റണി, സോഫി വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾക്ക് എല്ലാ വാർഡുകളിലും ഫണ്ടുകൾ തരുന്നു എന്ന് പറയുന്നു. 4.5 വർഷമായിട്ടും 1-ാം വാർഡിൽ തന്നിരിക്കുന്ന ഫണ്ട് ഇന്ന് വരെയും അത് ഒന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കിട്ടുന്ന തുച്ഛമായ ഫണ്ട് കൊണ്ടാണ് ഓരോ മെമ്പർമാരും അതാത് വാർഡുകളിൽ നമുക്ക് വികസനങ്ങൾ നടത്താൻ സാധിക്കുന്നത്. പിന്നെ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളെ ഒന്ന് പച്ച പിടിച്ചൊക്കെ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.